ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ അർദ്ധരാത്രിയുടെ അപ്രതീക്ഷിതമായിട്ട് ലീക്കാക്കപ്പെട്ട എമ്പുരാൻ എന്ന സിനിമയുടെ ട്രെയിലർ അങ്ങനെ അധികം വൈകാതെയാണല്ലോ ഇന്നലെ രാത്രി തന്നെ ഓൺലൈനായിട്ട് റിലീസ് ചെയ്തത്. ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെയും ഗോകുല മൂവീസിന്റെ യൂട്യൂബ് ചാനലിലൂടെല്ലാം തന്നെ വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിൽ മാത്രം 5 മില്യണിലധികം യൂട്യൂബ് വ്യൂസ് പിന്നിടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. 50 ലക്ഷത്തിലധികം ആളുകൾ ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ മാത്രം കണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു ക്വാളിറ്റി മികവുള്ള ട്രെയിലർ ആണല്ലോ എമ്പുരാന്റെ ട്രെയിലറായിട്ട് പുറത്തു വന്നത്. 4 മിനിറ്റിനടുത്ത് ഡ്യൂറേഷനുള്ള ചിത്രത്തിന്റെ ട്രെയിലർ യഥാർത്ഥത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുംബൈയിൽ വെച്ച് ലോഞ്ച് ചെയ്യാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. എന്നാൽ ട്രെയിലർ ലീക്കാക്കപ്പെട്ടതോടെ തീരുമാനങ്ങളെല്ലാം തന്നെ വളരെ വേഗം മാറ്റുന്ന ഒരു കാഴ്ചയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് നാം കണ്ടത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുംബൈയിൽ സിനിമയുടെ പ്രൊമോഷൻസ് എല്ലാം തന്നെ നടന്നിരുന്നു. മുംബൈയിലെ ഓഫ്ലൈൻ പ്രൊമോഷന്റെ ഭാഗമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ ലാലേട്ടൻ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, സുകുമാരൻ, മുരളി ഗോപി, മഞ്ജു വാര്യർ, ഗോകുല മൂവീസ് എല്ലാം തന്നെ പങ്കെടുത്തു. നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ ടൊവിനോ തോമസ് മുംബൈ ഓഫ്ലൈൻ പ്രൊമോഷൻസിൽ പങ്കെടുക്കാത്തൊരു കാഴ്ച കണ്ടു. ലാലേട്ടൻ അവിടെ വെച്ച് നൽകിയിരിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് എന്നാൽ ലൂസിഫർ പോലെ തന്നെ ലാലേട്ടൻ സിനിമ കാണാനായിട്ട് കേരളത്തിൽ ഒരു തിയേറ്ററുകളിൽ രാവിലെ എത്തുമെന്നാണ്. അത് കവിത തിയേറ്ററാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. കവിത തിയേറ്ററിന്റെ ബാൽക്കണി മുഴുവൻ ആശീർവാദ സിനിമാസ് ലോക്ക് ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മുംബൈയിലെ ഓഫ്ലൈൻ പ്രൊമോഷൻ ഇവന്റിന്റെ ലൈവ് വീഡിയോ എല്ലാം തന്നെ ആശീർവാദ സിനിമാസ് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതേസമയം ചിത്രത്തിന്റെ മുംബൈയിലെ ഓഫ്ലൈൻ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂസ്, അഭിമുഖങ്ങളെല്ലാം തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകി തുടങ്ങുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അടുത്ത ദിവസങ്ങളിൽ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള വിവിധ സിറ്റികളിൽ സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻസ് ഉണ്ടാകും. അതിന്റെ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. നാളെ സിനിമയുടെ കേരളത്തിൽ ഇതുൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ബുക്കിംഗ് എല്ലാം തന്നെ എത്രത്തോളം ഉണ്ടാകുമെന്ന് ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ സിനിമയുടെ ട്രെൻഡ് ഏത് ലെവലായിരിക്കുമെന്നാണ് ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. അതിന്റെ കാരണം സിനിമയ്ക്ക് എത്രത്തോളം ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷൻ വരും. ലിയോ എന്ന വിജയ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള FT കളക്ഷൻ റെക്കോർഡ് മറികടക്കാനായിട്ട് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെയാണ് സിനിമയുടെ വിദേശ രാജ്യത്തെ ബുക്കിംഗ് ആരംഭിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ അപ്ഡേറ്റ് ചെയ്ത വീഡിയോയിൽ പ്രേക്ഷകരെ അറിയിച്ചത് ഏറ്റവും കുറഞ്ഞത് എമ്പുരാൻ 10 കോടി കളക്ഷൻ നേടിയെടുക്കും. അതേസമയം റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇനിയും പറയാനായിട്ട് സമയമായിട്ടില്ല എന്നാണ്. എന്നാൽ ഇന്നിപ്പോഴത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാനായിട്ടുള്ളത് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇനി ലിയോയുടെ FT റെക്കോർഡ് കളക്ഷൻ മറികടക്കാതെ വേറൊരു ഓപ്ഷനും ഇല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം മറ്റെല്ലാ മേഖലകളിലും ഓവർസീസിലെല്ലാം തന്നെ ഇത്രയധികം റെക്കോർഡ് പ്രീസെയിൽ കളക്ഷൻ നേടിയെടുക്കുമ്പോൾ കേരളത്തിലെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്തില്ല എങ്കിൽ അതൊരു നാണക്കേട് എന്ന് പറയാനായിട്ട് കഴിയില്ല, മറിച്ചൊരു ചീത്ത പേരായിട്ട് എമ്പുരാനെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ഹൈപ്പിലേക്ക് സിനിമ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ലിയോയുടെ FT കളക്ഷൻ 12 കോടിയാണ്. ആ 12 കോടി എമ്പുരാനെ മറികടക്കണമെങ്കിൽ കുറച്ച് വെല്ലുവിളികളെല്ലാം തന്നെ ഉണ്ട്. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ലിയോയ്ക്ക് ആദ്യ ദിവസം അതിരാവിലെ 4 മണിക്ക് ഷോ ആരംഭിച്ചു. ഒരു ദിവസം ഒരു തിയേറ്ററിൽ ഏറ്റവും കുറഞ്ഞത് 7 ഷോകൾ വരെ സിനിമയ്ക്ക് കിട്ടിയിരുന്നു. 3800-ലധികം ഷോകൾ സിനിമ കളിച്ചപ്പോൾ 80%-ലധികം ഒക്യുപ്പൻസിയും സിനിമ അന്ന് നേടിയെടുത്തിരുന്നു. എന്നാൽ ഇവിടെ എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ അതിരാവിലെ ഷോസ് 4 മണിക്കല്ല 6 മണിക്കാണ് ആരംഭിക്കുന്നത്. ഒരു തിയേറ്ററിൽ ഏറ്റവും കുറഞ്ഞത് 6 ഷോകൾ മാത്രമേ എമ്പുരാന് കളിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതിൻ്റെ കാരണം സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെല്ലുവിളികളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെ തരണം ചെയ്ത് എമ്പുരാന് ലിയോയുടെ FT കളക്ഷൻ അതായത് 12 കോടി മറികടക്കാനായിട്ട് കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ലിയോയുടെ FT കളക്ഷൻ തൂക്കിയടിച്ചൊരു പൊതുചരിത്രം നമ്മുടെ ലാലേട്ടനും ഒപ്പം തന്നെ പൃഥ്വിരാജും ചേർന്ന് എമ്പുരാൻ എന്ന സിനിമയിലൂടെ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കാം. ഈ വിഷയത്തിൽ നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ, അഭിപ്രായങ്ങളെല്ലാം തന്നെ എന്താണ്? കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്.